ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഏതൊക്കെ രീതിയിൽ ബി.ജെ.പിയുടെ ബി ടീമായി കളിക്കാമോ അതൊക്കെ ചെയ്യാൻ അവർക്ക് ഒരു മടിയുമില്ല. അവരുടെ പ്രധാന ആവശ്യമെന്നത് ബി.ജെ.പി അധികാരത്തിൽ വരുന്നതോ വരാത്തതോ അല്ല, കോൺഗ്രസ് തകർന്നു കാണണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. അതിനുവേണ്ടിയുള്ള കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വീണ്ടും കെജ്രിവാൾ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ വേണ്ടിയുള്ള സർവ്വകളികളും അണിയറയിൽ ബി.ജെ.പി ഒരുക്കി വച്ചിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് വീണ്ടും മറ്റൊരു സുപ്രധാന വിഷയത്തിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള നിർണായക നീക്കം വന്നിരിക്കുന്നു. ആദ്യം മദ്യനയ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അറസ്റ്റ്. തീഹാർ ജയിലിൽ മാസങ്ങളോളം അദ്ദേഹം കിടക്കേണ്ടി വന്നു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി. കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ നിന്നും പോകണമെന്ന ആവശ്യവുമായി കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി മെർലേനയും മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും നടത്തുന്ന തീവ്ര ശ്രമം ബി.ജെ.പിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഏത് രീതിയിലും കെജ്രിവാളിന് ജയിലിലേക്ക് പോകാൻ വയ്യ. തന്റെ നിയോജക മണ്ഡലമായ ന്യൂഡൽഹിയിൽ ജയിച്ച് മുഖ്യമന്ത്രിയായില്ലെങ്കിലും അധികാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാരണവശാലും കോൺഗ്രസ് അവിടെ അക്കൗണ്ട് തുറക്കരുത്. അതാണ് ബി.ജെ.പിയുമായിട്ടുള്ള കെജ്രിവാളിന്റെ ഡീൽ. കോൺഗ്രസിന് മിന്നുന്ന വിജയമുണ്ടാകുമെന്ന അവകാശവാദം വെറുതെ പറയലല്ല. ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിന് അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ന്യൂഡൽഹി. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തി കോൺഗ്രസ് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു. ബി.ജെ.പിയുടെ വോട്ട് ഷെയറിനേക്കാൾ വലിയ തോതിൽ കോൺഗ്രസിന് മിന്നുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അത് സീറ്റാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നപ്പോൾ ബി.ജെ.പി കോൺഗ്രസിനേക്കാൾ 10 അധികം മുന്നിട്ട് നിന്നു എന്നത് അവിശ്വസനീയമായ ഒരു കാര്യമായി കണക്കാക്കുകയാണ്. എന്നാൽ അതിൽ കള്ളക്കളികളുണ്ട്. ഓരോ ബൂത്തിലും ഏകദേശം 50-60 കള്ളവോട്ടുകൾ കൃത്യമായി കാണപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ഡൽഹിയിലെ 70-ൽ 10ഓളം മണ്ഡലങ്ങൾ സ്വിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിൽ കൃത്യമായി കോൺഗ്രസിന് വിജയമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 10ഓളം സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുമെന്ന പ്രതീതി ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. പോരാടി തന്നെ ആയിരിക്കണം ജയിക്കേണ്ടത് എന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് എ.ഐ.സി.സി ഡൽഹി നേതൃത്വത്തിന് കൊടുക്കുന്നതെങ്കിൽ പോലും നിയമസഭയിലെ കണക്കനുസരിച്ച് കോൺഗ്രസ് 10ഓളം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പ്രചരണത്തിലായിരുന്നാലും അവിടുത്തെ ക്യാമ്പയിനിങ്ങിലായിരുന്നാലും പ്രകടമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ മറികടക്കാൻ ബി.ജെ.പിയും ആം ആദ്മിയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ആ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും ഡൽഹി കോൺഗ്രസ് ഭരിക്കുമെന്ന ഉറപ്പാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്.